മാംഗോ മെഡോസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം മാംഗോ മെഡോസിൻ്റെ ഏലത്തിൻ്റെ ഒരു ഏലക്കാട് എന്ന് എഴുതിയിരിക്കുന്ന ഏലം നട്ടുപിടിപ്പിച്ച ഒരു ഏരിയയിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. ഈ സൈഡിലായിട്ട് കാണുന്ന എല്ലാ ഏലച്ചെടികളാണ്. ഏലത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹിൽ സ്റ്റേഷനിൽ ഏലം എങ്ങനെയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഒരു ചെറിയൊരു കുന്ന് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് തേയിലയുണ്ട്, അതിൻ്റെ നെക്സ്റ്റ് സൈഡിലായിട്ട് ഏലത്തിൻ്റെ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ നമുക്കിങ്ങനെ നടക്കാം. ഏലച്ചെടികളുടെ ഭംഗിയെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ വെളിയിൽ വന്നു. ഇപ്പുറ സൈഡിൽ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇനി നമ്മൾ ആ ഏരിയയിൽ നിന്നും പോകാൻ പോകുന്നത് തേയിലത്തോട്ടത്തിലേക്കാണ്. തേയിലത്തോട്ടത്തിൻ്റെ മുകളിലായിട്ടൊരു വാച്ച് ടവറൊക്കെ ഉണ്ട്. തേയിലത്തോട്ടത്തിലേക്ക് കയറി പോകുന്ന വഴിയാണിത്. ആ വഴിയിലൂടെ നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണ്, തേയിലത്തോട്ടത്തിൻ്റെ മുകളിലേക്ക്. ഇതാണ് തേയിലത്തോട്ടത്തിലേക്ക് പോകുന്ന വഴി. നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ രണ്ട് സൈഡിലും തേയില ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ഹിൽ സ്റ്റേഷനിൽ എങ്ങനെയാണോ തേയില നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെയാണ്. പക്ഷേ പ്രോപ്പറായിട്ട് അത് കട്ടൊന്നും ചെയ്ത് വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. തേയില ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്, പക്ഷെ ഒരേ ലെവലിലാണ്. കട്ട് ചെയ്ത ഒരു തേയില ചെടിയുടെ അല്ലെങ്കിൽ ഇല പറിക്കുന്ന തേയില ചെടിയുടെ ഒരു ലുക്കിലല്ല. എന്നാൽ അത് കുറച്ചും കൂടെ ഒന്ന് കട്ടൊക്കെ ചെയ്ത് ചെറുതായിട്ടൊക്കെ വിട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്. അതായത് ഈ പടി കയറി നേരെ മുകളിലേക്ക് പോകുമ്പോഴൊരു വാച്ച് ടവറുണ്ട്. അവിടെ താഴേക്കുള്ള പാർക്കിൻ്റെ കാഴ്ചകളാണ്, മാംഗോ മെഡോസിൻ്റെ കാഴ്ചകളാണിത്. താഴെ തേയിലച്ചെടിയുടെ ആ ഒരു ഏരിയയൊക്കെ കാണാം. നമ്മൾ വരുന്ന ആ ഒരു എൻട്രൻസ് ഏരിയയൊക്കെയാണ് താഴെയായിട്ട് കാണുന്നത്. നമ്മളവിടെ നിന്ന് താഴെ ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ. അവിടെ രാവിലെ ബൊഫേ ആയിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ദോശ, പൂരി, അങ്ങനെ പിന്നെ നമ്മുടെ ഉപ്പുമാവ്, പഴം പുഴുങ്ങിയത്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിഷ്ടമുള്ളത് കഴിക്കാം. നമ്മുടെ സ്റ്റേ പാക്കേജിൻ്റെ കൂട്ടം തന്നെ വരുന്നതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. നമുക്ക് ടീ, കോഫി, കോൺഫ്ലെക്സ്, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വെളിയിൽ ഇറങ്ങി വന്ന സമയത്ത് രാവിലെ പാർക്കിൻ്റെ നോർമൽ ഓപ്പണിംഗ് ടൈം ആകാത്തതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ തിരക്ക് കുറവാണ്. ഇത് രാവിലെ. ഇതാണ് എൻ്റെ ആ ഒരു ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോഴുള്ളൊരു ഏരിയ. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഏരിയ ആണിത്. റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പം പാർക്ക് ടൈം ആകുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ കൂടെ എല്ലാം നടക്കുകയായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഈ വഴി കൂടെയാണ് 12D തിയേറ്ററിലേക്ക് പോകുന്നത്. ആ തിയേറ്ററിൻ്റെ ഏരിയയും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. സ്റ്റാഫെല്ലാം വളരെ സ്പീഡിൽ പോകുന്നു. ഇവിടെ ചക്രപ്പുര എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ പഴയ കാലത്ത് നെല്ലിലെ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് വിടുന്നത് ഈ ചക്രം ചവിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചക്രപ്പുര വളരെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിലായിട്ട് നെല്ലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വളരെ പരിപാവനമായിട്ടൊരു ഇതായിട്ടാണ് പണ്ട് കാലത്ത് കരുതിയിരുന്നത്. അതുകൊണ്ട് നിങ്ങളെ ചെരുപ്പൊന്നും ഉപയോഗിച്ച് ചവിട്ടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ആ ബോർഡ് ഒക്കെ കാണാം. നമുക്കിവിടെ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ചവിട്ടി അകത്തെ ആ നെല്ല് കൃഷി ചെയ്തേക്കുന്ന ഏരിയയിലേക്ക് നമുക്ക് ഇങ്ങനെ കടത്തി വിടാവുന്നതാണ്. ഇതാണ് എൻ്റെ ഒരു ഏരിയ. കുറച്ച് ചെറിയ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ചെറിയ ബെഞ്ചും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പഴയ കാലത്തെ ഒരു ഓർമ്മ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന പോലുള്ളൊരു ചായക്കട അതിനകത്തുണ്ട്. ചായക്കടക്കകത്തൊരു പഴയ കാല ഒരു റേഡിയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചായയും പലഹാരങ്ങളും ഒക്കെ ബർണറിലാണ് നമ്മുടെ ചായ ഉണ്ടാക്കുന്നത്. ചിരട്ട ഒക്കെ അവിടെ ചേട്ടനിരുന്ന് ഇതൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇടുന്നുണ്ട്. ഇതാണ് ചായക്കടയുടെ അകത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റുമായിട്ട് കുറേ സിനിമാ പോസ്റ്ററുകൾ, പഴയ കാലത്തെ പോസ്റ്ററുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണാടി പെട്ടിക്കകത്ത് കുറേ പലഹാരങ്ങൾ ഒക്കെ ആ ചേട്ടൻ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിരട്ട എല്ലാം ഇട്ട് ഫില്ല് ചെയ്യുന്നു. ചായക്കൂടെ 15 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ട്, അത് 10 രൂപ 12 രൂപയൊക്കെയാണ് വരുന്നത്. അത് ബോർഡ് വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു പഴയ കാലത്തെ ഒരു ചായക്കടയുടെ ഒരു പൂർണ്ണമായിട്ടും ആ ഒരു ആംബിയൻസിലാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയറും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലായതുകൊണ്ടാണ് ചായക്ക് 15 രൂപ മേടിക്കുന്നത് എന്നൊരു ബോർഡൊക്കെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ചായക്കടയുടെ ആ വെളിയിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ചായക്കടയുടെ ഏരിയ എന്നൊരു കാവുണ്ട്, അതിൻ്റെ ഒരു ഏരിയയിലേക്ക് പോയി. ഇവിടെ ഒരു ഭാഗവതം ഒക്കെ വെച്ചിട്ടുണ്ട്, വായിക്കാനുള്ള ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു സംഭവമാണിത്. പിന്നൊരു സർപ്പക്കാവുണ്ട്. ഈ സർപ്പക്കാവ് എന്ന് പറയുന്നത്
അതിൻ്റെ സൈഡിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തായിട്ട്. പിന്നെ സർപ്പക്കാവിൻ്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡ് ഞാൻ കാണിച്ചു തരാം. അതിൽ പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സർപ്പക്കാവാണ് ഇതെന്നാണ് പറയുന്നത്. അവിടെ സർപ്പക്കാവിൻ്റെ ഒരു ഏരിയയാണിത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു സർപ്പക്കാവാണിത്. അതിനകത്ത് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. രാവിലത്തെ കാഴ്ചയാണിത്. ഇനി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു കുളം ഉണ്ടായിരുന്നു. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തോണിയുണ്ട്. ആ തോണിയിൽ കയറി നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. തോണി ഈ പറയുന്ന ഈ കാണുന്ന ലേക്കിനകത്ത് കൂടെ എല്ലാം തോണിയിൽ പോകും. അതിന് പ്രത്യേക ടിക്കറ്റൊന്നുമില്ല. നമ്മുടെ പാർക്ക് എൻട്രി ആ ടിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഈ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ തോണി ഇങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. ഇതാണ് ആ ഒരു തോണിയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അവിടെ തന്നെ വെള്ളം ഒന്ന് എന്താ പറയുന്നത് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 4 സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് തോണി പോകുമ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ കുറേ ആളുകൾ ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പെഡൽ ബോട്ട് എടുത്തിട്ട് ഈ തോണി വരുന്ന ആ ഒരു ചെറിയ പോണ്ടിനകത്തിൽ കൂടെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ശരിക്കും മാംഗോ മെഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ വെബ്സൈറ്റിലൊക്കെ കൊടുത്തേക്കുന്ന ഒരു ഫോട്ടോസ് എല്ലാം തന്നെ ഈ ഒരു പോണ്ടിൻ്റെ വ്യൂ ആണ്, ആകാശത്തുള്ള വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പോണ്ടാണ് ഉള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ചുറ്റും കുറേ ഹട്ടുകളുണ്ട് താമസിക്കാനുള്ള. നമ്മൾ പൂവാറിലൊക്കെ പോകുന്ന സമയത്ത് ആ കായലിൻ്റെ കരയിൽ ഉള്ള ഹട്ടുകൾ പോലത്തെ ഹട്ടുകളൊക്കെ ഇതിൻ്റെ ചുറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് റൂംസ് ബുക്ക് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകളിൽ കൂടെ റോപ്പ് ലൈനിൻ്റെ കമ്പി പോകുന്നുണ്ട്. റോപ്പ് ലൈനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ വള്ളം തുഴഞ്ഞുകൊണ്ടിരുന്ന ചേട്ടൻ പറഞ്ഞത് റോപ്പ് ലൈൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അത് എന്തോ പെർമിഷൻ കിട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തോ വിഷയത്തിന് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വള്ളത്തിലെ യാത്ര കഴിഞ്ഞിവിടെ വന്നു. ഇതാണ് മറ്റൊരു ഏരിയ, കുട്ടവഞ്ചിയുടെ ഒരു ഏരിയയാണിത്. നമുക്ക് കുട്ടവഞ്ചിയിൽ കയറി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു പോണ്ടിൽ കൂടെ നമുക്കിങ്ങനെ പോകാവുന്നതാണ്. ഇത് ഗൺ ഷൂട്ടിൻ്റെ ഏരിയയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഗൺ ഷൂട്ട് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പെയ്സിൻ്റെ ആർച്ചറിയുടെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ കുട്ടികളൊരു പ്ലേ ഏരിയ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രസകരമായിട്ടുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ കുട്ടികളുടെ ആക്ടിവിറ്റി സോണാണ് ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നത്. ഇതെല്ലാം കൂടെ കവർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു കോംപ്ലക്സ് ഏരിയയാണ്. ഇതും നമ്മുടെ ടിക്കറ്റിനകത്ത് തന്നെ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് വരുന്നത്. നമ്മൾ സ്റ്റേ ആണെങ്കിൽ ഇത് അൺലിമിറ്റഡ് ആയിട്ട് ഇതെല്ലാം നമുക്ക് ഈ ഫെസിലിറ്റി എല്ലാം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ വളരെ അട്രാക്റ്റീവായിട്ട് കണ്ട ഒരു കാര്യമാണ് നാരായണ ഗുരുദേവൻ്റെ ഒരു പ്രതിമ. ഇതിനകത്ത് ഒരു കുടിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണത്. ശരിക്കും നമ്മൾ ആ ഒരു എന്താ പറയുന്നത് ഗുരുദേവൻ്റെ ആ ഒരു സ്റ്റാച്യു എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും. അതിൻ്റെ അടുത്തായിട്ട് 2 ശിഷ്യന്മാർ ഓപ്പോസിറ്റിലിരിക്കുന്നതായിട്ടുള്ള അവരുടെ 2 സ്തൂപങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടി ഞാൻ നടന്നു പോകാനുള്ളൊരു വഴിയുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ആ ഒരു ഷിക്കാര ബോട്ട് റൈഡൊക്കെ വരുന്ന ഒരു ഏരിയയുടെ അടുത്തായിട്ടാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഏരിയ. അതിൻ്റെ അടുത്തായിട്ട് ഒരു ലേക്കിൽ ഇങ്ങനെ നമുക്ക് വെള്ളത്തിനകത്തിൽ കൂടെ നടക്കാൻ പറ്റുന്ന ഒരു വഴി ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നടക്കായിട്ടൊരു ശിവൻ്റെ സ്റ്റാച്യു ചെയ്ത് വെച്ചിട്ടുണ്ട്. ശിവൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇത് ആ ഒരു ഏരിയ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്, വെള്ളത്തിനകത്തിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ വലിയ ഹൈറ്റില്ലാത്തവർക്ക് നടക്കാം, വലിയ താഴ്ചയില്ലാത്ത ഒരു ഏരിയ ആണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വേണം നടക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിതങ്ങനെ നടന്ന് ഫ്രണ്ടിലേക്ക് വരികയാണ്. അതിൻ്റെ ചുറ്റും എന്താ പറയുന്നത് വെള്ളത്തിന് നടുക്ക് കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. വളരെ മനോഹരമായിട്ട് കുറേ വാട്ടർ ഫൗണ്ടെയിനും അതുപോലെ തന്നെ ശിവൻ്റെ മുകളിൽ നിന്ന് വെള്ളം നമ്മുടെ ഗംഗ താഴേക്ക് പതിക്കുന്ന പോലെ തന്നെ ആ ഒരു സംഭവം മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീഴുന്നതൊക്കെ കാണാം. അതാണ് ആ ഒരു ഏരിയ. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കുറേ സ്റ്റാച്യൂസ് പല കഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, എനിക്ക് തോന്നുന്നത് ചെങ്ങമ്പുഴയുടെ രമണനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് ക്രിസ്മസ് ഈവനിങ് ആയതുകൊണ്ട് ഒരു സ്റ്റാർ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം. അതിൻ്റെ കാഴ്ചയാണിത്. വളരെ മനോഹരമായിട്ടൊരു പുൽക്കൂട് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു മാംഗോ മെഡോസിൽ. അപ്പോൾ അതും കാണാൻ പറ്റി. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ 2ാമത്തെ വീഡിയോയിലുള്ള പ്രധാനമായിട്ടുള്ള കാഴ്ചകൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.